അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ വാഗമണ്ണിലാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണതിന് പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളെ അനിയൻ്റെയും ഫാമിലിയൊക്കെ കൂടി എല്ലാവരും ഒന്നിച്ചാണ് പോണത്. അപ്പം നമ്മൾ മെയിനായിട്ട് പോണതെന്ന് വെച്ചാൽ വാഗമണ്ണിലെ മൊട്ടക്കുന്നും അതുപോലെ തന്നെ മെയിൻ നമുക്ക് തങ്ങൾപ്പാറയിലാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ ഒരു മക്കാമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ഏകദേശം മലങ്കര ഡാമൊക്കെ എത്താറായിട്ടുണ്ട്. അവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ എന്നുള്ള ഒരു ദൃശ്യം ഈ കാണുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ് എല്ലാവരും. ഹലോ ഫ്രാൻസ്, അപ്പോൾ നമ്മളത് മലങ്കര ഡാം എത്തിയേക്കുണ്ട് കേട്ടോ. മലങ്കര ഡാമിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളത് എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങിയാണ്. എല്ലാവരും ഉണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും മലങ്കര ഡാമിൻ്റെ വ്യൂ ഒന്ന് കാണാം നമുക്ക്. കേറാൻ കുറച്ച് പണിൻ്റെ പോയി. ഓടാൻ തുടങ്ങിയ സ്പീഡ് ആടില്ല. അപ്പം നമ്മളെ മലങ്കര ഡാമിൻ്റെ അവിടെയൊക്കെ ഏകദേശം ഒരു 10-20 മിനിറ്റ് നിന്നോളൂ. നമ്മൾ മെയിനായിട്ട് ഒരു ചെറിയ ടീ ഒക്കെ കുടിച്ച് നമ്മൾ എല്ലാവരും കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. അപ്പം നമ്മളത് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട പ്രതീതിണ്ട്. രണ്ട് സൈഡും നല്ല കാടുകളൊക്കെയാണ്. അപ്പുറത്തൊക്കെ നല്ല മലകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. പക്ഷെ നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അന്ന് പോയപ്പോഴേ. കാരണം നോർമലി ഈ ഏരിയയൊക്കെ യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും നല്ല ഇതായിരുന്നു പോയപ്പോൾ. എന്തായാലും നമുക്കിനിപ്പോൾ കാട്ടിക്കോട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മളങ്ങനെ പോയിട്ട് ഏകദേശം കുറച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കണം. കാലത്തിന് ആസ്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം.
വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം രണ്ട് സൈഡും മുട്ടക്കുന്നുകളും മലകളൊക്കെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ചില ഏരിയയൊക്കെ എത്തിയപ്പോൾ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് നിർത്തി ഇറങ്ങി, എല്ലാം ഒന്ന് എടുക്കാൻ നിന്നിട്ട് നമ്മൾ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നതാണ്. ഇപ്പം നല്ല ഇറക്കത്തൊക്കെ ഇറങ്ങിക്കൊണ്ട് ഇത്രയേറെ നല്ല കയറ്റായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നല്ല ഇറക്കത്തൊക്കെ ഇറങ്ങിക്കൊണ്ട് നിൽക്കണത്. എന്തായാലും നല്ലൊരു ഗ്രാമം പോലത്തെ ഏരിയയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. കാരണം കുറച്ച് മാർക്കറ്റ് ഏരിയ ഒക്കെ കണ്ട് നമ്മളവിടെ ഏരിയ. അപ്പം എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ ഇടയിൽ കൂടെ വണ്ടി കയറ്റിയത് അത് ട്രക്ക് നമ്മളെ വണ്ടി കയറില്ല, മറ്റേ ജീപ്പ് അതന്നെ. നമ്മളപ്പോ വാഗമണ്ണിൽ എത്തിട്ട മോനെ രക്ഷയില്ല, അടിപൊളി. ഈ വിളിച്ചിട്ട് ഒരെണ്ണമല്ലേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈ വിളിച്ചില്ല പുതിയ സ്വാഗതം. മേലുണ്ട് പാർക്കിംഗ് ഒക്കെ അല്ലേ. ആഹാ കോടോയ്ക്ക് എന്താ നോക്കിയത്. ആഹാ അടിപൊളി. നോക്കിയേ പൊളിച്ചിട്ടാ നല്ല സ്ഥലം, അവിടെ നല്ല കാണാനുള്ളത്. ആ ഇതിന് കയറണമെങ്കിൽ പണിയാണ്. ഈ ഒരു കയറ്റം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കണ്ടാ നല്ല ഇറക്കത്തൊക്കെ പോണത്. ബൈക്കൊക്കെ ഒന്ന് ചോട്ടി പിടിച്ചോ. വലിയ കുഴപ്പമുണ്ടാവില്ല, ചെറിയ അവിടെ ഇങ്ങോട്ട് കയറാൻ കുറച്ച് പണിയാവും. ഈ ഒരു സ്റ്റെപ്പ് കയറി കുറച്ച് പണി. ആ കുരിശുമ്പയിലൂടെ ലൈറ്റ് ഉണ്ടെങ്കിൽ രാത്രി നല്ല സഹിക്കണം. തിളപ്പിച്ച് നോക്കണം അല്ലേ എൻ്റെ. അതെ ഇത് മറ്റേ ജല കഴിഞ്ഞ ടീമൊക്കെ കൊണ്ട് വീട്ടിലെ ഊണ് വാഗമൺ 3.5 കിലോമീറ്റർ, വെള്ളിക്കുളം മാറി ഈരാട്ടുപേട്ട. നമ്മളാദ്യം മുട്ടക്കുന്നിൽ കയറാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പിന്നെ പിള്ളേർക്കൊക്കെ വിശപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തങ്ങൾപ്പാറയിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ പാറമ കയറുന്ന മുമ്പേ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് നല്ല പാറകളും പുല്ലൊക്കെ പിടിച്ചിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. കാരണം നമ്മളെ കൂടെ പോയിരുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മളെ ഡ്രൈവർ. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ആദ്യം അത് ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് മലമ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനാ സ്ഥലം ഉണ്ടോ തങ്ങളപ്പാറ എന്ന് പറഞ്ഞത്. അതിൻ്റെ എൻട്രൻസ് ഇപ്പോൾ കയറി നമ്മളിത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലം. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യൽ എന്തായാലും ഒന്ന് കയ്യും മുകാലൊക്കെ ഒന്ന് കഴുകി അവിടെ പൈപ്പൊക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കണ പരിപാടി നോക്കണം. അപ്പോൾ ജസ്റ്റ് ഇത് അതിന് ചുറ്റുള്ള ഒരു ഇതെടുത്താണ് നമ്മൾ വ്യൂ എടുത്താണ് കണ്ട. അതിൻ്റെ 4 പാടും മലകളാണ്, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഇതേപോലത്തെ പാറകൾ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്, ഇങ്ങനെ നിരപ്പായി കിടക്കണത്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഒരു ഏരിയ നോക്കി നമ്മൾ നടന്ന് അങ്ങനെ അവിടെ കുറച്ചപ്പുറത്തന്നെ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ പുല്ലുവായൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഫുഡ് അടിക്കണം പരിപാടി നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ മക്കാമ്പിലേക്ക് പോവാം. അത് ആ മലകളൊക്കെ കയറി പോകണം, 2-3-4 മലകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എല്ലാവർക്കും ഒന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണുള്ള തങ്ങൾപ്പാറയിലിട്ടുള്ളത്. തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിന് നമ്മൾ എത്തിയേക്കണത്. ഇവിടെ ഒരു മക്ബറൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു പള്ളിയും ഉണ്ട്. അപ്പോൾ നിസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ വരുന്നവർക്ക്. പിന്നെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പോകേണ്ടത് തങ്ങൾപ്പാറ മക്ബറ എന്ന് പറയുന്നത് പള്ളിയും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകണം. ഏത് അവിടെ കാണാൻ മല ഉണ്ട, അങ്ങോട്ട് കയറി പോകണം കണ്ട. അപ്പോൾ ആ ഭാഗത്തേക്ക് കയറിപ്പോയിട്ട് വേണം നമുക്കത് കാണണമെങ്കിൽ. വലിയൊരു കല്ല് നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടടിയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളൊന്ന് ഫുഡൊക്കെ അടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. വലിയ ചെമ്പുവാണായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കിടപ്പൊക്കെ അതിൻ്റെ ഫുഡൊക്കെ ഞാൻ വിളമ്പിട്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നെയ്ച്ചോറും ചിക്കൻ കറി. വേറെ ഒന്നല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പിള്ളേരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി പുറത്ത് പോയി കഴിച്ചിട്ടൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി പോകുന്നു. നാടൻ കോഴി അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറി കഴിക്കാം. ഇനി അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് കുറച്ചൊരു വിശ്രമിച്ചിട്ട് വേണം മലമ കയറാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം മറ്റുള്ള വ്യൂകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തങ്ങൾപ്പാറയുടെ മേലേക്ക് കയറിക്കൊണ്ട് കണ്ട എല്ലാവരും. അപ്പോൾ എന്തായാലും ഇനി മോളിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. തങ്ങൾപ്പാറയുടെ മോളിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. കണ്ടോ, നമ്മളൊക്കെ നോക്കിയാൽ നല്ല കോടായി, നല്ല കാറ്റോടും ഇവിടെ. നിങ്ങൾക്ക് പറയണതൊക്കെ ക്ലിയർ ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളുണ്ടാവും ആ മലമലൊക്കെ. ഇതിൻ്റെ മേലോട്ട് നമുക്ക് ഇനി കയറുന്നത്, ഇതിൻ്റെ ടോപ്പിലോട്ട് കയറണം. കണ്ടോ, നമ്മൾ കൂടെ വന്നവരൊക്കെ മുകളിലെത്തി. അത് കഴിഞ്ഞ് നമുക്കിത് ഈ സൈഡൊക്കെ ഫുള്ള് മുട്ടക്കുന്നുകളുണ്ടാവും. ഒരുവിധം മുട്ടക്കുന്നുകളാണ് ഈ കാണുന്നത്. നല്ല കാറ്റുമുണ്ട്, അടിപൊളി നല്ല കാലാവസ്ഥ കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മാസം മുമ്പൊക്കെ നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അത്രയും കോടായിരുന്നു, ഒന്നും കാണാനും പറ്റിയില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടെ ഒന്ന് കയറണ്ട. പിന്നെ ഇതിൻ്റെ മേലാണ് ഞാൻ പറഞ്ഞത് മക്കബറ ഉള്ളത്. ആ തങ്ങളെ മക്കബറ ഉള്ളത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കയറിക്കൊണ്ടിരിക്കണത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. നോക്കിയാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലോട്ടുണ്ട് കയറാൻ പോണത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ മൊട്ടക്കുന്ന് അവിടെയൊക്കെ പോയിട്ടില്ല. നമ്മൾ നേരെ ആദ്യം ഇങ്ങോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് മൊട്ടക്കുന്നിൽ കയറണം. നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നടന്നുകൊണ്ടൊക്കെ ഉണ്ട് മേലോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഫാമിലിയൊക്കെ ഇട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നോക്കാൻ നിൽക്കണം. ഒറ്റക്കൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കിടാങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ. പിന്നെ കുഴപ്പമൊന്നുമില്ല, വലിയ കുത്തനുള്ള മരമൊന്നുമല്ല. നോക്കി പിടിച്ചൊക്കെ കുറച്ചേരം ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നടന്നാൽ മതി. പക്ഷെ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രം. പക്ഷെ എന്തായാലും അങ്ങനെ കയറണം നമ്മൾ. മക്ബറ മലയുടെ അപ്പുറത്തെന്ന് പറഞ്ഞു. എന്തായാലും പോയി കണ്ടിട്ട് വരാം.
ശരിക്കും പറഞ്ഞാലേ പിള്ളേരൊക്കെ എടുത്ത് നടക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇത് തന്നെ. നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും അടിപൊളി. അങ്ങനെ ബാക്കി മല കയറിയേക്കണ്. ബാക്കിയാ ഇങ്ങോട്ട് നോക്കിയാ ഒരു ആക്ഷൻ കാണിച്ച്. മതി മതി. തങ്ങൾപ്പാറ ജാറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഏകദേശം നമ്മൾ എത്താനായി. അപ്പം തങ്ങൾപ്പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ആ കാണുന്നത് തന്നെ തങ്ങൾപ്പാറ എന്ന് പറയണത്. അതിനോട് ചേർന്ന് എന്ന് പറയുന്നുണ്ട് ഈ മക്കാമുള്ളത്. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ അധികം ഒന്നും എടുക്കണില്ല അവിടെ പോയിട്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് അറിയൂല കാര്യങ്ങളൊന്നും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയണില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ ഉസ്താദ്. അവിടെ ഉള്ള ഒരാൾ നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ കല്ലിനും ഒരു പ്രത്യേകത ഉണ്ട്. മോളിൽ നിന്ന് കുരുണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് മുപ്പാൾ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ആ കല്ല്. ശരിക്കും പറഞ്ഞാൽ കല്ലിൻ്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൊക്കാണ്. എന്നുവെച്ചാൽ താഴ്ച ആഴാണ് ഭയങ്കര. പക്ഷെ ആ കല്ലാൻ നിൽക്കണത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ അവിടെയൊക്കെ ഒന്ന് യാത്രയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം നിന്നിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ട് നിൽക്കണം. ഇപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് വേണം മൊട്ടക്കുന്നിലോട്ട് പോകാനും. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കലും ഇപ്പം ഈ കേരളമൊക്കെ ആയിട്ട് ഒരുപാട് സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇനിയിപ്പോൾ മൊട്ടക്കുന്നിലൊക്കെ പോയിട്ട് ഇനി വേറെ സ്ഥലത്ത് പോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ സമയം പോലെ ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. അൻസിയേ അപ്പം ഞങ്ങൾ തങ്ങൾപ്പാറൊക്കെ കയറി അതൊക്കെ കണ്ടു പോകുന്നുട്ടോ. അവിടെ ഒരു മക്ബറ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സിയാറത്തൊക്കെ ചെയ്ത് അതുപോലെ തന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, ഒരു തവണയൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ വന്ന് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ കുത്തനുള്ള മരമൊന്നുമല്ല. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നും കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും കയറാനായിട്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ കയറാൻ പറ്റും നമുക്ക്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ തോന്നും കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ നടന്ന് കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ടൊക്കെ കയറി കണ്ടു പോരാം. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെ തങ്ങൾപ്പാറ മറ്റേ മക്ബറയിലൊക്കെ കയറാൻ നോക്കാം. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി ഇപ്പം ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ മൊട്ടക്കുന്നി കയറണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും പോകേണ്ട കാര്യം നോക്കേണ്ടത്. സമയം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തോടെ പോകും. നമ്മൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടാ, ഒരു 10 മിനിറ്റോളം അടിപൊളി മഴ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ തോർന്നു. ഇപ്പം അതിൻ്റെ ആ കാലാവസ്ഥ നോക്കിയാൽ മൂടിക്കെട്ടി നിൽക്കണത്. എന്തായാലും അടിപൊളിയായി. അപ്പം ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ വാഗമണ്ണിലെ നമ്മൾ മൊട്ടക്കുന്നിൽ കയറിയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയൊന്ന് നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് ചെറിയ ചെറിയ കുന്ന് പോലാണ്.
വെള്ളം വരുന്ന നല്ല രസമുണ്ടല്ലേ. ബൈക്കിനൊക്കെ നമ്മളിപ്പോൾ മുട്ടക്കുന്ന് നടന്ന് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത കുന്നുമലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നിട്ട് എൻ്റെ അപ്പുറത്തുനിന്നുള്ളത് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അടുത്ത കുന്നുമെന്നുള്ള ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ മേലെ നോക്കിയാൽ ചെറിയ ചെറിയ പാറക്കല്ലുകളാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും വരയാടുകളൊക്കെ പോലെ ഇങ്ങനെ കാണുന്നു ഫുള്ള്. ഇതിൻ്റെ അടിയിൽ മയിലിൻ്റെ കൊച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ അടിപൊളി. നമ്മളെ കൂടെ വന്നവരൊക്കെ ഉണ്ടാ നടക്കണത്. അതിൻ്റെ അപ്പുറം നോക്കിയേ നേരെ അറ്റത്ത് നോക്കിയാൽ തൈലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇർഫാനെ ഹായ് പറ. ഫാക്കി ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ മുട്ടക്കൊന്നൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടൊക്കെ ഉണ്ടോ. ഇവിടെ നിന്നുള്ള ഒന്നും കൂടെ ഉള്ള വ്യൂ കാണിച്ചാൽ നിങ്ങൾക്ക് കണ്ട ഫുള്ള് കോടായി തുടങ്ങി. കണ്ടില്ലേ? എന്നാലും ഇവിടെ നിന്ന് മോളിൽ നിന്നുള്ള കാഴ്ച നിങ്ങൾക്ക് ലോങ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിലൊന്ന് ഉരുണ്ട് പോയിട്ടാ പിടിച്ചോ. കണ്ടോ എല്ലാവരും ലോങ് വ്യൂ കണ്ടില്ലേ? നല്ല അടിപൊളി വ്യൂ ഉണ്ടോ ഈ സമയത്ത്. ഒരു ഏകദേശം 4 മണിയായിട്ടുള്ളൂ. അത്യാവശ്യം മഴക്കാറും ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പോൾ മുട്ടക്കുന്നിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നിട്ടോ. കാരണം അത്യാവശ്യം നമ്മളിപ്പോൾ ഈ ഇറങ്ങിയ സമയമായപ്പോഴൊക്കെ തന്നെ നല്ല കോടായി. കാരണം തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പോകുന്നത്. വീണ്ടും ഇപ്പോൾ നമ്മളൊന്ന് യാത്ര തുടർന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ചങ്ങോട്ട് പോകുന്നപ്പോഴേക്കും വീണ്ടും ഇതേപോലെ തന്നെ തീരെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. അത്യാവശ്യം ഓടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വണ്ടിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ പിടിച്ച് അതിൻ്റെ പിന്നാലാണ് പോയിരുന്നത്. കാരണം കുറച്ചുകൂടെ നടന്ന് ഇങ്ങോട്ടോടി പിന്നെ ഒട്ടും കാണാൻ പറ്റാണ്ടായി. കാരണം അത്രക്കും കോടായി. പിന്നെ വളരെ സ്ലോയിലാണ് നമ്മൾ പോകുന്നത് തന്നെ. അത് ഏകദേശം ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ റൂട്ടൊക്കെ ക്ലിയറായി നമ്മൾ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ പോകുന്നു. അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.